ജസ്റ്റ് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നത് തളർന്നങ്ങ് ഇരിക്കുകയാണ്. പക്ഷെ 96 വയസ്സായിട്ട് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്മതിക്കുന്നതാണ് മനസ്സ്, അതാണ് സമ്മതിക്കുന്നത്, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിന് വൈകാനായിട്ടും പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. അതും അത്രയും ദൂരം നടന്നു വന്നിട്ട് ഇവിടെ ചിപ്സ് ബാക്കി ഇവിടെ അങ്ങനെ കായ പൊളിച്ചിട്ട് നേരെ ഇവിടെ വെച്ച് കുറച്ച് മുമ്പൊക്കെ കൈ കൊണ്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടിരുന്നത്. അല്ല നമ്മുടെ ഇപ്പൊ അവിടെ നമ്മൾ കൈ കൊണ്ട് നേരെ ഡയറക്റ്റ് ഇങ്ങനെ നമ്മള് ചട്ടിയിലേക്കല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, നമ്മൾ നേരെ ഒരു ഇത് വെച്ചിട്ട് മെഷീൻ കട്ടാണോ ഇവിടെ? മെഷീൻ എന്ന് പറയുന്നത് സാധാരണ സിമ്പിൾ ബ്ലേഡിന് ഒരു മോട്ടർ വെച്ചിട്ടുള്ളൂ. കാണിക്കാവോ? നമ്മള് കൈകൊണ്ട് അറിയണ അതേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും ആ ഒരു ഇത് കണ്ടോ, ഇത് ഫൈൻ ചോപ്ഡായിട്ടും ചോപ്ഡല്ല സ്ലൈസ്ഡ് കിട്ടും. കാര്യം എന്താ പറയാ, കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തി നമ്മൾ വ്യത്യാസമൊന്നുമില്ല. ഇത് മോട്ടറിലാണെന്നുള്ളൂ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കറക്റ്റ് കിട്ടും. ഞാനൊന്നും ചെയ്ത് അപ്പുറം ഇതെന്ത് നമുക്ക് ശരിക്കും കായ ഈ വെള്ളത്തിലോട്ട് വരുന്ന എന്തിനാണ്? ഇതിന്റെ കായിന്റെ കറ ഉണ്ടാവും, വഴുവഴുപ്പ്, അത് കഴുകിയിട്ട് റഫാക്കി നല്ല സോഫ്റ്റ്. പിന്നെ അത് അവിടെ നിന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, നമ്മൾ വെള്ളത്തിൽ ഇതിലേക്ക് ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതിൽ കഴുകി 3 പ്രാവശ്യം കഴുകും. നമ്മുടെ അവിടെയൊക്കെ ഒരു പ്രാവശ്യം കായ, നമ്മുടെ അവിടെ നിന്നല്ല പൊതുവെ കായ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെറുതെ അങ്ങ് ചീന്തി എണ്ണലോട്ട് തിളച്ച എണ്ണലോട്ട് ഇടുകയാണ്. അപ്പം അതൊക്കെ ഓരോരോ കാര്യങ്ങളാണ് കുട്ടൻസ് ഇതിൻ്റെ പുറകിലുള്ളത്. ഞാൻ എന്നാലും ഒന്ന് ചെയ്തു പോകാം. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ, എളുപ്പമാണോ? ഇത് തന്നെ സെയിം സംഭവം തന്നെ. ഇതാണല്ലോ ബ്ലേഡ്, റൗണ്ടിൽ തന്നെ ബ്ലേഡ് കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ഇടും, കുറെ നേരം ഇട്ട് വെക്കും, കഴുകിയിട്ട് നേരെ ഇതിലേക്ക് മാറ്റും. ഇപ്പൊ കറ പോവും. ഒന്നും കൂടി ഇതിന്ന് കഴുകിയിട്ട് നേരെ ഇടുന്നത് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലല്ല. ഇവിടുന്ന് ഇത് നന്നായിട്ട് കഴിയുമ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് ചേട്ടൻ്റെ പേരെന്താ? ബഷീർ. എത്ര ആളെ ഇവിടെ? കുറച്ച് ആളായിരുന്നു. അപ്പൊ ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഇത് ജസ്റ്റ് ഇങ്ങനെ തട്ടി ഇടേക്കാം, കറ പോട്ടെ. ഇപ്പൊ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞളും കൂടെ ഉള്ള വെള്ളത്തിലല്ലേ? ഉപ്പും മഞ്ഞളും കൂടെ ഉള്ള വെള്ളത്തിലോട്ട് ഇട്ട് കല്ലുപ്പിടും അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മള് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പും മഞ്ഞളും കല്ലുപ്പിട്ടിട്ടുണ്ട്. കല്ലുപ്പും പിന്നെ മഞ്ഞൾ വെള്ളം, മഞ്ഞൾ കലക്കിയത്. മഞ്ഞൾ അരച്ച് കലക്കിയതാണോ മഞ്ഞപ്പൊടിയാണോ? പൊടി പൗഡർ ആക്കിയത്, ഉണക്കി പൊടിച്ചിട്ട് ആ പൊടിയാണ്. ടോക്സിൻസും പോകും, പ്രത്യേകിച്ച് ആരൊക്കെയാണ് ടോക്സിൻസ്, എന്നാലും ഒരു ചെറിയ ചവർപ്പും ബാക്കിയെല്ലാം പോകും. ഇതെന്താ ഫ്യൂവൽ അല്ലേ? നേരത്തെ പറഞ്ഞപ്പോൾ ഗ്യാസ് മീൻസ് അടുപ്പാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാര്യം ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പ്രോപ്പർട്ടി എല്ലാം അവിടെ നമ്മുടെ സ്ഥലത്തുണ്ട്. അത് പക്ഷെ ഗ്യാസാണ്. ഇതിപ്പോൾ ഇതിട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് ശരിക്കും അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി എടുത്ത് അത് തന്നെ അറക്കപ്പൊടി മീൻസ് ചിന്തിയിലിട്ടുണ്ട്. നമ്മളെ ഇങ്ങനെ കാറ്റത്ത് പറക്കാതിരിക്കാനും ഫ്ലെയിം പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെയ്പ്പാക്കി വെച്ചേക്കണത്. ഇവിടെ എന്നാൽ ശരിക്കും കാണാം ചിന്തയിൽ ഇട്ട പൊടി അങ്ങ് താഴത്ത് പോയി നന്നായിട്ട് ബേണായി നിൽക്കുന്നത്. നമ്മൾ ചിപ്സ് ഇട്ടിട്ടുണ്ട്. ചിപ്സ് എന്നുള്ള കായ ഇട്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി. ഇവിടെ നിൽക്കേണ്ട പൊട്ടിത്തെറിക്കെന്ന് പറഞ്ഞപ്പോൾ ഗ്യാസ് അല്ലേ പൊട്ടിത്തെറിക്കുള്ളൂ, നമ്മൾ അടുപ്പും പൊട്ടിത്തെറിക്കുള്ളൂ. അപ്പം ഇവിടെ നിന്നും കോരി നന്നായിട്ട് ഊറ്റി അങ്ങോട്ട് വീണ്ടും വരും. ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാവുന്നതാണ്.
ഗ്യാസിനൊക്കെ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വേണമല്ലോ. പുറത്ത് അടുപ്പ് ഇതുപോലെ കൂട്ടിയിട്ട്, കാരണം ചിന്തയിലിട്ട പൊടിയും കിട്ടും, അറക്കപ്പൊടി എല്ലാം ധാരാളം കിട്ടുന്നുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം, ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ചേഞ്ച് ഉണ്ടാവും. ഇപ്പം മൊത്തത്തിൽ ചിപ്സ് അങ്ങ് തിളച്ച് നല്ല തിളച്ച എണ്ണയിലോട്ടെല്ലാം ഇട്ട്. അല്ലെങ്കിൽ പലഹാരങ്ങളിലൊക്കെ മൊത്തം നമ്മുടെ എണ്ണ ഇല്ലെങ്കിൽ, നാളികേരത്തിൻ്റെ എണ്ണ ഇല്ലെങ്കിൽ ഇവിടെ വറുത്ത് പോലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിച്ചളയുടെ ഉരുളി തന്നെ ഇത് ഇപ്പോഴും എന്താ കീപ്പ് ചെയ്തോണ്ട് ആ ടേസ്റ്റ് നിലനിർത്താൻ വേണ്ടി. പഴയ ഒരു ടേസ്റ്റ്, ഈ ഉരുളിയിലൊരു പ്രത്യേക ടേസ്റ്റ് ഇപ്പോഴും ഉരുളിയൊക്കെ അവൈലബിൾ ആണോ നമുക്ക്? ഉരുളി കിട്ടാനുണ്ട്, നമ്മൾ ഓർഡർ പ്രകാരം ചെയ്യിപ്പിക്കണം. ഓരോന്നുണ്ട് പ്രയാസങ്ങളായാലും. ശരിയാ, സാധാ ഉരുളി സാധാ ചട്ടിനേക്കാളും 10-20 ഇരട്ടി പൈസ കൊടുത്താലാണ് ഇങ്ങനെ ഒരു പിച്ചറയുടെ അല്ല നല്ലൊരു ഉരുളിയെ കിട്ടുള്ളൂ. ഇത് ഞാൻ ഒരെണ്ണം ഇങ്ങനെ ഇത് നേരത്തെ കോരിയതാണ്. ഇതിപ്പോൾ കോരാറായോ നമ്മൾ? എത്ര നേരം അപ്പം നമ്മൾ എണ്ണയിലിട്ട് ചെയ്യണം? 5-6 മിനിറ്റ്. 5-6 മിനിറ്റ്. ഇപ്പം കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ ചിപ്സ്, കോഴിക്കോടൻ ചിപ്സിൻ്റെ ഉത്ഭവം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൽ 3 കിലോ വരെ വരുന്നത്, മറ്റേത് വരുന്നത് 10 കിലോ വരും. നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ എന്താ, ഇവിടെ ഒരു പൂളിൽ 3-4 ഫ്രണ്ട്സ് മാത്രം ചാടിയ ഒരു ഫീലാണ്. കാരണം അത്രയ്ക്ക് റഷ് കൂടുതലൊന്നും ഇട്ടത്. അല്ലാണ്ട് പല കടകളിലും എന്താ ഒരു ചെറിയ കിണ്ണത്തിൽ കുറേ എണ്ണയും അതിൻ്റെ ഇരട്ടി ചിപ്സ് ഇട്ട് കോരി ഇതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? ഒട്ടിപ്പിടിച്ച ഇതെല്ലാം ഉതിർന്ന് തന്നെ കിട്ടുക. അപ്പം അതിൻ്റെ അർത്ഥം ശരിക്കും വളരെ കുറച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതാണ് ചിപ്സ് കണ്ടല്ല. ഇതിപ്പോ നല്ല എണ്ണയാണ്, ചൂടെണ്ണയാണ്. ഇത് നമ്മള് വെളിച്ചെണ്ണ തന്നെ, നല്ല നാടൻ വെളിച്ചെണ്ണ, പ്യോർ നാടൻ വെളിച്ചെണ്ണ. അതിനകത്ത് ഉള്ള പാവം ചെറിയ മീനുകളെ പരുത്തി പറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയും ഈ പ്രോസസ്സ് നമ്മുടെ ചിപ്സ് ഉണ്ടാക്കുന്ന ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമുക്കിനി എന്തായാലും അടുത്തൊരു വെറൈറ്റിയിലേക്ക് പോവാം. അപ്പോൾ ഇക്ക വളരെ നന്ദിയുണ്ട്. ജാഫർക്ക ദോസ് അതാണ് വായന, കോഴിക്കോടാണല്ലോ. ജാഫർക്ക വളരെ നന്ദി. ഇപ്പം എന്തായാലും അടുത്ത നമ്മളെ കോഴിക്കോടൻ വെറൈറ്റിയിലോട്ട് ഞാൻ നടന്ന് ഇങ്ങനെ പോവാം. ഇക്ക നന്ദി. ബഷീർ പേര്. ശരി, നമുക്ക് അടുത്തേക്ക് പോവാം.